വെൽക്കം ബാക്ക്. സോ ഡേറ്റ് ഒക്ടോബർ 24. അപ്പോൾ ഇതൊരു ട്രേഡ് എടുത്തിട്ടില്ല, ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ആൻഡ് എൻ്റെ ഇന്നത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബീറിഷ് വ്യൂ ആണ്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് വ്യൂ നടത്തി, പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഒരു സ്ട്രോങ് സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇന്ന് നോക്കുവാണെങ്കിൽ ഓപ്പണിംഗ് ചെയ്ത് ആ ഒരു വീക്ക്നെസ് തന്നെയാണ് കാണുന്നത്, ലോവർ ഹൈ ഫോർമേഷൻ. ആൻഡ് നമുക്കറിയാം ഈ ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചറിൽ നമുക്കറിയാം ആരാണ് സ്ട്രോങ്, സെല്ലേഴ്സ് ആണ് സ്ട്രോങ്. സോ സെല്ലറിൻ്റെ ഒരു ഏരിയ ആണ്. ബയേഴ്സിനെ എപ്പോഴും ഒരു ഫിയർ എപ്പോഴും ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ കൂടിയാണ് ഈ ഒരു സ്ട്രക്ചർ. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നോക്കുവാണെങ്കിൽ ഏകദേശം ഈ ഒരു ലെവലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ താഴെയാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുകയാണ്, കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം തൊട്ട് താഴെ നമുക്ക് 58,000 ലെവൽ ഉണ്ട്. നോക്കട്ടെ, കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു എൻട്രി പോയിന്റ്, ഒരു എൻട്രി സിഗ്നൽ കിട്ടുവാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. റൈറ്റ്, അപ്പം ഈ ഒരു സെല്ലേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഈ 58,000 ലെവലൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. റൈറ്റ്, അപ്പോൾ വെയിറ്റ് ചെയ്യാം, എന്തായാലും എൻട്രി എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, സോ ഞാൻ എൻ്റെ ട്രേഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. റെഗുലർ ക്വാണ്ടിറ്റി ബാങ്ക് നിഫ്റ്റി പുട്ട് ഓപ്ഷൻ എൻട്രി എടുത്തത് ആദ്യം ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ വന്നു. ദെൻ അതൊരു കൺഫർമേഷൻ ആയിട്ട് എടുത്ത് നെക്സ്റ്റ് ക്യാൻഡിൽ വന്ന സമയത്താണ് ഞാൻ അവിടെ എൻട്രി എടുത്തു. ഒരുപാട് കൺഫർമേഷൻ ഒന്നും ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നില്ല. സ്റ്റിൽ ആ ഒരു വ്യൂ എനിക്കുണ്ട് ആൻഡ് ഒരു ലോജിക്ക് എനിക്ക് അവിടെ ഉണ്ട്. റൈറ്റ്, സോ ഇനി എക്സ്പെക്ട് ചെയ്യുന്നത് 58,000 ലെവൽ എന്തായാലും ബ്രേക്ക് ഡൗൺ ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. കാരണം അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഫോർമേഷൻ വന്ന് തുടങ്ങിയിട്ടുള്ളത്. റൈറ്റ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ബാങ്ക് നിഫ്റ്റിയൊക്കെ നോക്കുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി ഒരു അപ് ട്രെൻഡിങ് മാർക്കറ്റാണ് ഉണ്ടായത്. സോ ഒരുപാട് ഓൾഡ് ബയേഴ്സ്, അതായത് പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 58,000 ലെവലിലോട്ട് വളരെ ശക്തമായിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ വരുന്ന സമയത്ത് അവരൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. റൈറ്റ്, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ബയേഴ്സ് വന്ന് മാർക്കറ്റിനെ ഒരുപാട് മുകളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ പ്രോഫിറ്റ് ബുക്ക് കൂടി ചെയ്യണം അല്ലേ. അപ്പോൾ മാർക്കറ്റ് എന്തായാലും താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് പ്യൂർലി ഒരു സൈക്കോളജിക്കൽ ബേസ്ഡ് ആണ്. കാരണം ഓൾറെഡി ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ സൈക്കോളജി അനുസരിച്ചിട്ടാണ് ഈ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തത് തന്നെ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇൻ കേസ് ഇതെൻ്റെ വ്യൂ ആണ്, എപ്പോൾ വേണമെങ്കിലും റോങ് ആവാം അല്ലേ. അപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് വരുവാണെങ്കിൽ ഡേ ഹൈ വരെ മേ ബി എൻ്റെ സ്റ്റോപ്പ് ലോസ് എനിക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ കേസ് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ബ്രേക്ക് ഡൗൺ എങ്ങനെയാണോ നല്ലൊരു മൊമെൻറ്റോ ആണെങ്കിൽ ഈസിലി ആ ഒരു ടാർഗറ്റ് എനിക്ക് അവിടെ കിട്ടും. അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്, ചെറിയ പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്, നല്ലൊരു എൻട്രി തന്നെയാണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, സോ എൻട്രി എടുത്തിട്ട് നല്ലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് എൻട്രി എടുത്തത്. മാർക്കറ്റ് ഒന്ന് പേടിപ്പിച്ചു, പിന്നെ വീണ്ടും വളരെ ശക്തമായിട്ട് 58,000 ലെവൽ ബ്രേക്ക് ഡൗൺ നടത്തിയിട്ടുണ്ട്. ഈവൻ നിഫ്റ്റി ആണെങ്കിലും ആ ഒരു സെല്ലിങ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ എന്തായാലും എൻ്റെ ടാർഗറ്റ് ഇവിടെ നിയർലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. റൈറ്റ്, കാരണം ഇതുപോലുള്ള മൂവ്മെൻറ്റുകൾ വരുന്ന സമയത്ത് നമുക്ക് ഗ്രീഡൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് എന്തായാലും താഴോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ്, കാരണം ഇനിയും പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ എനിവേ എൻ്റെ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യുവാണ്. റൈറ്റ്, സോ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് നിയർലി ഒരു 100+ പോയിന്റ്. ഓക്കെ, സോ അപ്പോൾ എന്തായാലും നല്ലൊരു ട്രേഡ് ആയിരുന്നു. ആൻഡ് ഇനി വേറെ ട്രേഡ് ഇല്ല. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ഇനിയും താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സോ എനിവേ, അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ, താങ്ക് യു.